ലോകത്തിന്റെ ഏത് കോണിൽ ഒരു വെടി പൊട്ടിയാലും അത് നമ്മളെ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ബാധിച്ചിരിക്കും. അമേരിക്കയും ഇറാനും തമ്മിലുള്ള നിലവിലെ യുദ്ധസമാനമായിട്ടുള്ള സാഹചര്യത്തിൽ 8 നിലയിൽ പൊട്ടിയത് സാക്ഷാൽ കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുടെ കുടുംബ കച്ചവടമാണ്. പശ്ചിമേഷ്യയിലെ യുദ്ധം കാരണം കോടികളുടെ നഷ്ടമാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്സിനുണ്ടായിരിക്കുന്നത്. നാഗ്പൂരിൽ നടന്ന ഒരു പരിപാടിയിലാണ് മന്ത്രി ഗഡ്കരി തന്റെ ബിസിനസ് തകർച്ചയുടെ കഥ തുറന്നു പറഞ്ഞത്. ഗഡ്കരിയുടെ മരുമകൾ നോക്കി നടത്തുന്ന ഒരു ഡിറ്റർജന്റ് നിർമ്മാണ കമ്പനിയുണ്ട്. പഞ്ചസാരയിൽ നിന്ന് ഡിറ്റർജന്റ് നിർമ്മിക്കുന്ന ഈ കമ്പനിയിൽ നിന്ന് എല്ലാ മാസവും 100 കണ്ടെയ്നറുകളാണ് അമേരിക്കയിലേക്ക് കയറ്റുമതി ചെയ്തിരുന്നത്. എന്നാൽ പശ്ചിമേഷ്യയിൽ യുദ്ധം ആരംഭിച്ചതോടെ കണ്ടെയ്നറുകളുടെ പോക്ക് പൂർണ്ണമായും നിലച്ചു. അതോടെ ആ ബിസിനസ് വലിയ പ്രതിസന്ധിയിലായി. ഇപ്പോൾ എങ്ങനെയെങ്കിലും ആഭ്യന്തര വിപണിയിൽ ഈ സാധനങ്ങൾ വിറ്റഴിക്കാൻ പെടാപ്പാട് പെടുകയാണ് മന്ത്രിയുടെ കുടുംബം. അമേരിക്കൻ ബിസിനസ് മാത്രമല്ല, ഗഡ്കരിയുടെ കുടുംബം നടത്തുന്ന ഇറാനുമായിട്ടുള്ള വ്യാപാരവും തകർന്നു. മന്ത്രിയുടെ മകൻ ഇറാനുമായി വലിയൊരു കയറ്റുമതി ഇറക്കുമതി ബിസിനസ് നടത്തുന്നുണ്ട്. ഇന്ത്യയിൽ നിന്ന് വൻതോതിൽ വാഴപ്പഴം കയറ്റുമതി ചെയ്യുകയും തിരികെ ഇറാനിൽ നിന്ന് ആപ്പിൾ ഇറക്കുമതി ചെയ്യുകയുമായിരുന്നു ഇവരുടെ ഒരു രീതി. വളരെ ലാഭകരമായി മുന്നോട്ട് പോയിരുന്ന ഈ കച്ചവടത്തിനാണ് ഇറാൻ അമേരിക്കൻ പ്രശ്നങ്ങൾ വലിയൊരു ഇരുട്ടടിയായി മാറിയത്. സംഘർഷം രൂക്ഷമായതോടെ അന്താരാഷ്ട്ര കപ്പൽ ഗതാഗതവും വിതരണ ശൃംഖലയും ആകെ താറുമാറായി. ഇതിന്റെ ഫലമായി ഇന്ത്യയിൽ നിന്ന് ഇറാനിലേക്ക് പോവുകയായിരുന്ന 400 കണ്ടെയ്നർ വാഴപ്പഴം വഴിമധ്യേ കുടുങ്ങി പൂർണ്ണമായും ചീഞ്ഞുപോയി. അതുപോലെ ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് വരികയായിരുന്ന 200 കണ്ടെയ്നറുകൾ ആപ്പിളും നശിച്ചു. കോടികളുടെ നഷ്ടമാണ് ഈ ഒറ്റയടിക്ക് ഉണ്ടായിരിക്കുന്നത്. ഇതിനെല്ലാം പുറമെ ഇത്രയും വലിയ നഷ്ടമുണ്ടായിട്ടും ഇൻഷുറൻസ് കമ്പനികൾ നഷ്ടപരിഹാരം നൽകാൻ പലവിധ ന്യായങ്ങൾ പറഞ്ഞ് മടിക്കുകയാണെന്നും ഗഡ്കരി പറയുന്നു. യുദ്ധം കാരണം കോടികളുടെ ബിസിനസ് തകർന്നാലും തോൽവി സമ്മതിക്കാൻ ഗഡ്കരിയും കുടുംബവും തയ്യാറല്ല. ബിസിനസ്സിൽ ഇത്തരം ഉയർച്ച താഴ്ചകൾ സ്വാഭാവികമാണെന്നും പ്രതിസന്ധികളിൽ പരിഭ്രാന്തരാകാതെ ക്രിയാത്മകമായി മുന്നോട്ട് പോകാനുമാണ് അദ്ദേഹം മകന് നൽകിയിരിക്കുന്ന ഉപദേശം. എന്തായാലും ഒരു കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടുണ്ട്. അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന ഒരു യുദ്ധം എന്നത് വെറും ഒരു വാർത്ത മാത്രമല്ല. അത് നമ്മുടെ നാട്ടിലെ ഒരു സാധാരണക്കാരനെ മുതൽ രാജ്യം ഭരിക്കുന്ന കേന്ദ്രമന്ത്രിയെ പോലും എങ്ങനെ നേരിട്ട് ബാധിക്കുന്നു എന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണെന്ന് ഇപ്പോൾ പുറത്തു വരുന്ന ഈ വാർത്ത പറയുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളം.